തമിഴ് സിനിമാ ലോകം സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ്. രജനികാന്ത്, കമൽ ഹാസൻ, വിജയ്, അജിത് കുമാർ എന്നിങ്ങനെ നീളുന്ന സൂപ്പർ താരങ്ങളാണ് എപ്പോഴും മുൻനിരയിലുള്ളത്. ഇവരാണ് മിക്കപ്പോഴും വലിയ ഓപ്പണിങ്ങുകൾ സ്വന്തമാക്കാറുള്ളത്. എന്നാൽ ആരാണ് ഇവരിൽ ഒന്നാമൻ? അത് കൃത്യമായി പറയുക ബുദ്ധിമുട്ടായിരിക്കും. തുടരെ ഇതേ താരങ്ങളുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ആ ചോദ്യം തന്നെ അപ്രസക്തമായി പോകും. വിജയ്ക്ക് ലിയോയും, രജനികാന്തിന് ജയിലറും, കമൽ ഹാസന് വിക്രമും, അജിത്തിന് തുനുവും അടുത്തിടെ കിട്ടിയ വമ്പൻ ഹിറ്റുകളാണ്. ഇത് താരപദവി ഉയർത്താൻ കാരണമായിട്ടുണ്ട്. അതേസമയം Sagnal.com ജനപ്രീതിയിൽ മുൻനിരയുള്ള താരങ്ങളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളതെന്ന് നോക്കാം. തമിഴകത്തിന്റെ ഇളയ ദളപതി വിജയ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സാഗ്നൽക്കിന്റെ പട്ടികയിൽ താരം തന്നെയാണ് ഒന്നാമതായി എത്താറുമുള്ളത്. ഈ വർഷം ഇതുവരെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും വിജയ് തന്നെയാണ്. രാഷ്ട്രീയ പ്രവേശനം താരത്തിന്റെ ജനപ്രീതി കുറച്ചു എന്ന സംശയം ഉയരുന്നുണ്ട്. എന്നാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. ജനപ്രീതി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിജയുടെ പാർട്ടി അടക്കം വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അടുത്തിടെ വിജയുടെ ഗില്ലി റിലീസ് ചെയ്തിരുന്നു. ഇത് ഇന്ത്യയിൽ തന്നെയുള്ള റിലീസ് കളക്ഷനിൽ റെക്കോർഡ് ഇടുകയും ചെയ്തു. 30 കോടിയിലധികമാണ് ചിത്രം കളക്ട് ചെയ്തത്. വിജയുടെ പുതിയ ചിത്രങ്ങളിൽ അവസാനം റിലീസായത് ലിയോയാണ്. ഇത് വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. ഇതെല്ലാം തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരാൻ വിജയെ സഹായിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതേസമയം രണ്ടാം സ്ഥാനത്ത് അജിത്താണ് എത്തിയിരിക്കുന്നത്. മാർച്ച് മാസത്തിലാണ് അജിത്ത് രണ്ടാമതെത്തിയത്. അജിത്തിന് അടുത്തിടെയൊന്നും റിലീസ് ഉണ്ടായിട്ടില്ല. ദീനയാണ് റിലീസിലൂടെ അവസാനമെത്തിയ അജിത് ചിത്രം. എന്നാൽ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ ഹൈപ്പ് ജനപ്രീതിയിൽ തുടരാൻ അജിത്തിനെ സഹായിച്ച ഘടകമാണ്. വിടാമുയർച്ചയാണ് അജിത്തിന്റെ ഇനി റിലീസാവാനുള്ള ചിത്രം. വരുന്ന ജനുവരിയിൽ പൊങ്കൽ റിലീസായിരിക്കും ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രവും അജിത്തിൻ്റെതായി വരാനുണ്ട്. അതേസമയം മൂന്നാം സ്ഥാനത്ത് വലിയൊരു സർപ്രൈസ് ഉണ്ട്. സൂര്യയാണ് മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അടുത്തിടെയൊന്നും താരത്തിന് റിലീസുകളില്ലായിരുന്നു. അതുപോലെ തന്നെ വിജയ ചിത്രങ്ങളും ലഭിച്ചിട്ടില്ല. എന്നാൽ കങ്കുവ എന്ന പാൻ ഇന്ത്യൻ ചിത്രം വരാനുണ്ട്. ഇത് സൂര്യയെ ജനപ്രീതി നിലനിർത്താൻ സഹായിച്ചിട്ടുമുണ്ട്. 4ാം സ്ഥാനത്ത് ധനുഷാണ്. തുടരെ ഹിറ്റ് സമ്മാനിക്കാൻ ധനുഷിന് സാധിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ മില്ലറാണ് താരത്തിന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം. 5ാം സ്ഥാനത്ത് രജനികാന്തും 6ാം സ്ഥാനത്ത് കമൽ ഹാസനുമാണ്. യുവതാരങ്ങളിൽ ശിവകാർത്തികേയനാണ് മുന്നിൽ നിൽക്കുന്നത്. 7ാമത് ജനപ്രീതിയിൽ ശിവകാർത്തികേയനുണ്ട്. 8ാമത് വിക്രമും 9ാമത് വിജയ് സേതുപതിയുമാണ്. എന്നാൽ 10ാം സ്ഥാനത്ത് നിന്ന് സിംബു പുറത്തായി. പകരം കാർത്തിയാണ് ആ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്.